അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ലൊരു മാമ്പഴ പുഡിങ്ങാണ് കേട്ടോ. ഈ പുഡിങ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നൊന്ന് കണ്ടു നോക്കാം. പുഡിങ് ഉണ്ടാക്കുന്നതിനായി 3 പഴുത്ത മാങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കളറ് ഇങ്ങനെ വെള്ള കളറായാലും നല്ല മധുരമുള്ളൊരു മാങ്ങയാണ് കേട്ടോ. ഈ മാങ്ങ ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് എല്ലാവരുടെ വീട്ടിലും സുലഭമായി കിട്ടുന്നതാണല്ലോ മാങ്ങ. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ പുഡിങ് ഉണ്ടാക്കാൻ നല്ല ഈസിയാണ്. അതുമാത്രമല്ല 3 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് കേട്ടോ ഈ പുഡിങ് ഉണ്ടാക്കുന്നത്. വീഡിയോ കാണുന്ന സമയത്ത് എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലായിടത്തും നല്ല മഴയാണല്ലോ, ഇവിടെയും നല്ല മഴയാണ് കേട്ടോ. മാങ്ങ ഫുള്ളും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് പാലും കൂടി ചേർത്ത് ഫൈനായി അരച്ചെടുക്കാം. എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷം? കുട്ടികൾക്കൊക്കെ സ്കൂൾ തുറക്കാറായല്ലോ, അതിൻ്റെയൊക്കെ തിരക്കിലായിരിക്കും. നല്ലതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുക്കുന്ന സമയത്ത് ഒട്ടും കട്ടയില്ലാതെ ആയിരിക്കണം അരച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഈ അരച്ചത് ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മറ്റൊരു പാൻ എടുത്ത് അതിലേക്ക് ഒരു 1/2 കപ്പ് കസ്റ്റർഡ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്താണ് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത്. പിന്നെ വീണ്ടും 1/2 കപ്പും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നാലേ ഈ കസ്റ്റർഡ് ഒന്ന് തിളച്ച് വെന്ത് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മളിത് കുറുക്കിയെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് കുറുകി കിട്ടും കേട്ടോ. നേരത്തെ അരച്ച് മാറ്റി വെച്ച മാങ്ങയുടെ മിക്സ് ഒരു സോസ് പാനിലേക്ക് ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഫ്ലെയിം ചെറുതായി ഒന്ന് ഓണാക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് മിൽക്ക് മേഡും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ ചേർത്ത് കൊടുത്ത മിൽക്ക് മേഡ് പാക്കറ്റിൽ കിട്ടുന്നതാണ് കേട്ടോ. അതാണ് ഈ പ്രാവശ്യം കിട്ടിയത്. മിൽക്ക് മേഡ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. കാരണം ഇതിൽ മാങ്ങയുടെ മധുരം പിന്നെ മിൽക്ക് മേഡിൻ്റെ മധുരം എല്ലാം ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് മധുരം കുറവുണ്ടെങ്കിൽ അതിന് അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി 1 സ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി വാനില എസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഏലക്കായ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനി രണ്ടും വേണ്ട എന്നുണ്ടെങ്കിൽ ചേർക്കണമെന്നില്ല, കാരണം മാങ്ങയുടെ ടേസ്റ്റ് നല്ലതുപോലെ കിട്ടും അപ്പോൾ. ഇനി ഫ്ലെയിം ഓണാക്കി കൊടുത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് കുറുക്കിയെടുക്കാം. കുറച്ച് നേരം കുറുക്കി എടുക്കുമ്പോൾ തന്നെ തിള വരും. ആ തിള വരുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മാങ്ങ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വെച്ച് നമ്മുടെ കസ്റ്റർഡും കൂടി ഒന്ന് കുറുക്കിയെടുക്കാം. ഞാനിത് 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ കുറുക്കിയെടുക്കുന്നത്. ഇങ്ങനെ 2 പ്രാവശ്യമായിട്ട് ചെയ്യണമെന്നില്ല കേട്ടോ. മാങ്ങ കുറുകി വരുന്ന സമയത്ത് തന്നെ ഈ കസ്റ്റർഡ് നമുക്ക് ഒഴിച്ച് കൊടുത്ത് 2 കൂടി കുറുക്കിയെടുത്താലും മതി. പക്ഷെ ഞാനിത് 2 പ്രാവശ്യമായിട്ട് 2 പാത്രത്തിലായിട്ട് ചെയ്തതേ ഉള്ളൂ.
പലതരം പുഡിങ്ങും എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ് കേട്ടോ. ഞാനുണ്ടാക്കിയപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് കരുതി. ഇപ്പോൾ നമ്മുടെ കസ്റ്റർഡും നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ച മാങ്ങയുടെ കൂട്ടിലേക്ക് ഈ കസ്റ്റർഡും കൂടി ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഏത് ട്രേയിലാണോ നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാൻ വെക്കുന്നത് ആ ട്രേയിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ നന്നായി തന്നെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് ഇവിടെ ഇരുന്ന് ചൂട് മാറിയതിന് ശേഷം നമുക്ക് അടച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായി കുറച്ച് മാങ്ങ മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതിനനുസരിച്ചൊക്കെ ഡെക്കറേഷൻ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിലായി തന്നെ കുറച്ച് ബദവും പിസ്തവും കൂടി ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തതിന് ശേഷം അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒരു കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റും ആവും. പിന്നെ നമ്മുടെ ഫോട്ടോന് നല്ലൊരു ഭംഗിയും കൂടി കിട്ടും. ഇപ്പോൾ മുഴുവനായും നല്ല ഭംഗിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കറണ്ട് പോവുക വരിക അതാണല്ലോ ഇപ്പോൾ മഴ ആയത് കാരണം. എന്നാലും അത്യാവശ്യം നല്ലതുപോലെ ഉറച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഉറച്ച് കിട്ടാനല്ലല്ലോ, നമ്മുടെ പുഡിംഗ് ആണല്ലോ. നല്ല കോരി കഴിക്കാൻ തന്നെ നല്ലൊരു അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. പിന്നെ ഇടയ്ക്കിടെ നമ്മുടെ നട്ട്സൊക്കെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റ്, നല്ല മാങ്ങയുടെ ടേസ്റ്റും എല്ലാം കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മാങ്ങ ഉള്ള സമയമാണല്ലോ, അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കുക. നല്ലൊരു ടേസ്റ്റ് തന്നെയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.